Hi friends, welcome to our channel Keen on Fire. അപ്പോൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. ബട്ട് ഒരു പ്രോബ്ലം കൂടെ എനിക്ക് കണ്ടു, അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടു എന്തായിരുന്നു, ചേഞ്ച് ഇൻ ലീനിയർ എക്സ്പാൻഷൻ. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് സോളിഡ് മാസ് ലീനിയർ എക്സ്പാൻഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് L ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണെന്ന് നമ്മൾ കണ്ടു. അതൊന്ന് ഓർത്താൽ മതി. പിന്നെ നമ്മൾ കണ്ടത് ലീനിയർ എക്സ്പാൻഷൻ്റെ ആൽഫ റിലേഷൻഷിപ്പ് വിത്ത് ആൽഫ ഗാമ ആൻഡ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 ഈക്വൽ ടു ഗാമ ബൈ 3. അപ്പോൾ ഇത് തമ്മിലുള്ള, അതായത് ഏരിയൽ what is the coefficient of aerial expansion, coefficient of volume expansion. ഓക്കെ, അതൊന്ന് ഓർത്താൽ മതി. ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. ഇത് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ടേംസ് ഒക്കെ പഠിക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എ മെറ്റാലിക് ബാർ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 10 to the power minus 5 k to the power minus 1 is heated from 0 degree centigrade to 100 degree centigrade. The percentage increase in its length is. അപ്പോൾ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു 10 raised to minus 5 per Kelvin ആണ് തന്നേക്കുന്നത്. ആൻഡ് it is heated from 0 degree T1 is equal to 0 degree centigrade, T2 is equal to 100 degree centigrade. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എത്ര? 100 മൈനസ് 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പം ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ ആണെങ്കിലും ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിലും ഇറ്റ് ഈസ് സിമിലർ. സോ ഇതിന് കാരണം നമുക്ക് ഇതിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? 273 K എഴുതാം. ദിസ് ഈസ് 373 K. ദെൻ ഓൾസോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 100 കിട്ടും. സോ 100 Kയും 100 ഡിഗ്രി സെൻറ്റിഗ്രേഡും സെയിം ആണ് ഇതിൻ്റെ കേസിൽ. സോ ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 100 K എന്ന് നമുക്ക് എഴുതാം. സോ വാട്ട് നെക്സ്റ്റ് ഈസ് ഗിവൺ? ലെങ്ത് തന്നിട്ടില്ല. ലെങ്ത് അസ്യൂം ലെങ്ത് ഈസ് ഈക്വൽ ടു L ആയിട്ട് അസ്യൂം ചെയ്യുക. ദെൻ ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ, പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ ബൈ L ഇൻറ്റു 100. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദിസ് വൺ? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു L ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇത് നമുക്കറിയാം. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡെൽറ്റ എൽ ബൈ L ഇൻറ്റു 100 ആണ്. വാട്ട്? നമുക്ക് ഈ ഡെൽറ്റ എൽ ബൈ L ആദ്യം കാണാം, ഇങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ. ഇറ്റ് ഈസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഡെൽറ്റ എൽ ബൈ L ഇൻറ്റു 100 എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എന്ത് വരും? ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു 100. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ? 10 to the power minus 5. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100. വി ഹാവ് ഗോട്ട് 100 ഇൻറ്റു പിന്നെ ഒരു 100 പെർസെൻറ്റേജിൻ്റെ 100. സോ ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്ത് വരും? 10 raised to minus 5 ഇൻറ്റു 10 raised to 4 അല്ലേ? സോ ദാറ്റ് മീൻസ് 10 raised to minus 1, ദാറ്റ് മീൻസ് 1/10 is equal to 0.1. 0.1 പെർസെൻറ്റേജ് ആണ് എന്ത്? ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ പെർസെൻറ്റേജ്. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 0.1%. ഇതിൽ മാത്രം നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അത്ര മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഈ ഒരു പ്രോബ്ലം കൂടെ ഞാൻ 2015 കണ്ടതുകൊണ്ട് അതിട്ടതാണ്. ദിസ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കലോറിമെട്രിയാണ്. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഇതിനെയെല്ലാം നമ്മളൊരു വെള്ളം ഇങ്ങനെ ചൂടാക്കുകയാണെങ്കിൽ പോലെ, ആക്ച്വലി ഇതൊരു 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ളൊരു വെള്ളമാണ്. ഇതിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു, മുകളിലത്തെ ചൂട് കൂടിക്കഴിയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു, എഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ്. ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ ടൈപ്പ് ഓഫ് ഭയങ്കരമായിട്ട് എനർജിയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്, ദാറ്റ് ഹീറ്റ് എനർജി. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ് ആണ് കലോറിമെട്രി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. ആക്ച്വലി ഇറ്റ് ഈസ് എനർജി. സോ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ജൂൾസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അതിനെ കലോറിയിലും മെഷർ ചെയ്യും. കലോറി സ്പെല്ലിങ് നോക്കിക്കോട്ടെ, RIE. ആ കലോറിയിൽ മെഷർ ചെയ്യും. അപ്പോൾ 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ് ആണ്.
SI യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജൂൾസ് തന്നെയാണ്. ബട്ട് കലോറിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കണ്ടിട്ടുണ്ട്. അതിൽ 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടേംസ് ആണ്, നമുക്ക് മെയിനായിട്ട് കുറച്ച് ടേംസ് ഒക്കെ പഠിക്കേണ്ട. ടേം എന്താണെന്നും അതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസും അത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ആ ടേമിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. സോ അങ്ങനെ കുറച്ച് ടേംസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിനെ നമ്മൾ സ്മോൾ സി, SHC, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ സി വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ചില ടെക്സ്റ്റൊക്കെ വേറെ ഉണ്ടെന്നല്ല, ബട്ട് ദിസ് ഈസ് സ്മോൾ സി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ സി. സ്മോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ഏതെങ്കിലും ഒരു ഒരു യൂണിറ്റ് മാസ് മെറ്റീരിയൽ നമുക്കുണ്ടെന്ന് വിചാരിക്കും. ഒരു മെറ്റീരിയലിൻ്റെ ഒരു യൂണിറ്റ് മാസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിനെ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ, നിലവിലുള്ള ടെമ്പറേച്ചറിനേക്കാളും 1 യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം എനർജി ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ അത് എഴുതുവാണെങ്കിൽ amount of heat required to raise the temperature of unit mass of body by unit degree. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. സോ amount of heat required to raise the temperature of unit mass of body by യൂണിറ്റ് ടെമ്പറേച്ചർ. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നോക്കൂ, 1 ഗ്രാം വെള്ളമുണ്ട്, 1 ഗ്രാം വാട്ടറുണ്ട്. അതിനെ നമ്മൾ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂട്ടണമെങ്കിൽ എന്തുമാത്രം എനർജി ആവശ്യമുണ്ട്? ദാറ്റ് എനർജി ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറിൻ്റെ. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4.2 ജൂൾസ് ആണ്. അതായത് അതാണ് 1 കലോറി നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ഗ്രാം വെള്ളത്തിനെ നമ്മൾ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂട്ടണമെന്ന്, 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇപ്പോൾ നിലവിലത് 10 ആണെന്ന് വിചാരിക്കുക. അതിനെ 11ലേക്ക് മാറ്റണമെങ്കിൽ 1 ഗ്രാം വെള്ളത്തിന് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് എനർജി വി നീഡ്? ദാറ്റ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ഇറ്റ് എസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇത് അതേസമയം 1 കിലോ വെള്ളമാണെങ്കിൽ 1 kg വാട്ടറിനെ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 4200 വരും കേട്ടോ. 4200 ജൂൾസ്. അപ്പോൾ മെയിൻലി നമുക്ക് തരും, മിക്കവാറും ഗ്രാംസിലാണ് എല്ലാം തരാറുള്ളത്. ഗ്രാം ആണോ? ഇൻ കേസ് മിക്കവാറും എല്ലാത്തിനെയും തരാറുണ്ട്. ഇൻ കേസ് തന്നില്ലെങ്കിൽ വാട്ടർ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 4.2 ജൂൾസ്. ഓക്കെ, സോ പെർ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതാണ്. പിന്നെ ചിലപ്പം ഇതുപോലെ തന്നെ കോപ്പർ, ഒരു 1 ഗ്രാം കോപ്പറിൻ്റെ നമ്മൾ SH സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി 4.42 ജൂൾസ്. അതായത് ഒരു ഇച്ചിരി ടെമ്പറേച്ചർ, ഇച്ചിരി എനർജി കൊടുത്താൽ തന്നെ കോപ്പറിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ട് എന്താ പറയുക, കോപ്പറിന് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് അല്ലേ. കോപ്പർ പെട്ടെന്ന് ചൂടാവും, വെള്ളം അത്ര പെട്ടെന്ന് ചൂടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗുഡ് കണ്ടക്ടർ ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ SHC സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തുമാത്രം കുറയുന്നോ അത്രയും പെട്ടെന്ന് അത് ചൂടാവും. അപ്പോൾ എന്തുമാത്രം കുറയുന്നോ അത്രയും നല്ല കണ്ടക്ടർ ആയിരിക്കും അത്. അപ്പം കമ്പയർഡ് ടു വാട്ടർ കോപ്പർ ആയിരിക്കും കുറച്ചുകൂടെ ഗുഡ് കണ്ടക്ടർ. പക്ഷെ ഇങ്ങനെ വല്ല കമ്പാരിസണൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. സോ ഇതിൻ്റെ SHCയുടെ നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹീറ്റ് പെർ മാസ് പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്മോൾ സി ആണ്. Q എന്ന് പറയുന്നതാണ് അതിൻ്റെ എനർജി അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഓർ ഹീറ്റ് അബ്സോർബ്ഡ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് പുറത്തേക്കും പോകാം അകത്തേക്ക് വരാം. ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് ആവാം. M എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ്. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പം നമുക്ക് യൂണിറ്റ് മാസിൻ്റെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 5 ഗ്രാമുള്ള സാധനമാണെങ്കിൽ ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. 10 ഡിഗ്രി കൂട്ടാനാണെങ്കിൽ വി നീഡ് ഓൺലി 1 ഡിഗ്രി. അപ്പം യൂണിറ്റ് മാസ് യൂണിറ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് ഇത് രണ്ടും. പിന്നെ ഇതിൻ്റെ ഒരു കേസിൽ ചിലപ്പം അതായത് എല്ലാ സമയത്തും ടെമ്പറേച്ചർ ഒരേപോലെ ആവണമെന്നില്ല. സി ചിലപ്പോൾ വേരി ചെയ്യും. ചിലപ്പം 0-യിൽ നിന്ന് ഒരു സാധനത്തിനെ ഒരു 50 ഡിഗ്രിയിലേക്ക് പോകാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ നമുക്ക് സി മതിയായിരിക്കും. ബട്ട് ചിലപ്പോൾ 50-ൽ നിന്ന്
അതിനെ ഒരു 150-ലേക്കോ അല്ലെങ്കിൽ 100-ലേക്കോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് സി മേ ചേഞ്ച്. അപ്പോൾ സി ചിലപ്പം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ബട്ട് മാസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കാരണം യൂണിറ്റ് മാസ്സാണ്, എത്ര മാസ്, വലിയ മാസ്സാണെങ്കിൽ പെർ മാസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു തിയറി പ്രോബ്ലം വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ആ ടേം ഒന്ന് ഓർത്തിരുന്നാൽ മതി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സി ആണ്. അത് യൂണിറ്റ് മാസ്, യൂണിറ്റ് ടെമ്പറേച്ചർ. 1 ഡിഗ്രി ടെമ്പറേച്ചർ 1 കിലോ അല്ലെങ്കിൽ 1 കിലോ അല്ലെങ്കിൽ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 ഗ്രാം എന്തെങ്കിലും ഒരു സാധനം, 1 യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആ ടെമ്പറേച്ചർ, ഓൾറെഡി ഒരു ടെമ്പറേച്ചറിലായിരിക്കും ഇരിക്കുന്നത്, 1 യൂണിറ്റ് മാസിന് 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഹീറ്റ് എനർജി നമുക്ക് ആവശ്യമുണ്ടോ, ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം നമ്മൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഏത് മെറ്റീരിയലാണെന്ന് വെച്ചാൽ, കാരണം വെള്ളമാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. വെള്ളത്തിന് തന്നെ പല ഹയർ ടെമ്പറേച്ചറിൽ വേറെയാണ്. വെള്ളത്തിന് ഇറ്റ് ഈസ് 4.2 ഫോർ വാട്ടർ, ദാറ്റ് മീൻസ് ഗ്രാം ആണെങ്കിൽ 1 ഗ്രാം പെർ ഗ്രാം. സോ ഇത് കെ ജിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ജൂൾസ് പെർ എന്തായിരിക്കും, ദിസ് വൺ ഈസ് ജൂൾ പെർ ഗ്രാം, ഇത് കെ ജി ആണല്ലേ, പെർ കെ ജി പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് ജൂൾസ് പെർ ഗ്രാം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ അങ്ങനെയാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. സോ ദാറ്റ് മീൻസ് ആ 1 ഗ്രാം വെള്ളം 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്തണമെങ്കിൽ വി നീഡ് 4.2 ജൂൾസ് ഓഫ് എനർജി. സോ അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത് ബേസിക്സ് പഠിച്ചാലേ നമുക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദിസ് ടേം നിങ്ങൾ ഓർക്കുക, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് സി. സി എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയാണ്. ക്യൂ ഡിവൈഡഡ് ബൈ എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. എം എന്ന് പറഞ്ഞാൽ മാസ്സാണ്, യൂണിറ്റ് മാസ് ആയതുകൊണ്ടാണ് എം കൊണ്ട്, യൂണിറ്റ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയതുകൊണ്ടാണ് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചു. എസ് എച്ച് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹീറ്റ് ഫോർ പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 1 ഗ്രാം അല്ലെങ്കിൽ 1 യൂണിറ്റ് മാസ് 1 യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെ വേറൊരു ടേമാണ് നമുക്കിവിടെ ഉള്ളത്, എന്താണ്, തെർമൽ കപ്പാസിറ്റി. ഈ ഒരു ടേമും കൂടെ ഓർത്തേക്കണേ, തെർമൽ കപ്പാസിറ്റി ഓർ ഹീറ്റ് കപ്പാസിറ്റി. അത് ക്യാപിറ്റൽ സി ആണ്. തെർമൽ കപ്പാസിറ്റി ഓഫ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സി ആണ്. സ്മോൾ സി ഇൻറ്റു എം. അതായത് എൻ്റയർ ബോഡിയുടെ ഒരു യൂണിറ്റ് മാസ് അല്ല, ഒരു ബോഡി ഇപ്പോൾ 5 കിലോ ഉള്ളൊരു ബോഡി ഉണ്ടെങ്കിൽ ആ എൻ്റയർ ബോഡിയുടെ ടെമ്പറേച്ചർ ഇതുപോലെ തന്നെ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഹീറ്റ് വേണം, എന്തുമാത്രം എനർജി വേണം, ദാറ്റ് ഈസ് കോൾഡ് തെർമൽ കപ്പാസിറ്റി. അതൊന്ന് ഓർത്താൽ മതി. അതാണ് നമ്മൾ തെർമൽ കപ്പാസിറ്റി, ദാറ്റ് ഈസ് ജൂൾ പെർ കെ. അതൊന്ന് ഓർത്താൽ മതി. ഇനി അതിനകത്ത് പറയാനുള്ളത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. കലോറിമെട്രി നമ്മൾ പറഞ്ഞ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ദാറ്റ് ഈസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, 2 ബോഡി, ഒരു ഹോട്ട് ബോഡി, മെയിനായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോഴാണ് സംഭവിക്കുന്നത്, ഒരു ഹോട്ട് ബോഡി വേണം, ഒരു കോൾഡ് ബോഡി വേണം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു കോൾഡ് ബോഡി വേണം. അപ്പോൾ ഹോട്ട് ബോഡിയിൽ നിന്നും എന്ത് ചെയ്യും, ഹീറ്റ് ഈ കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വേറെ എനർജി ലോസ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇതെന്ന് പറയുന്നത് ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി, ആ കംപ്ലീറ്റ് എനർജി എന്ന് പറയുന്നത് ഓഫ് ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. സോ ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഒരു 10 ഡിഗ്രിയിലുള്ള അല്ലെങ്കിൽ 100 ഡിഗ്രിയിലുള്ള ഒരു വാട്ടറിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. അതിലേക്ക് നമ്മളൊരു 10 ഡിഗ്രിയിലുള്ള ഈ വാട്ടറും കൂടെ ഒഴിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ റിസൾട്ടൻ്റ് ടെമ്പറേച്ചർ ഓഫ് ദ റിസൾട്ടൻ്റ്. ആ ടോട്ടൽ വെള്ളം ഇപ്പോൾ ഇതൊരു 50 ഗ്രാം 100 ഡിഗ്രിയിലുള്ള വാട്ടർ ഒഴിക്കുന്നു. അതേപോലെ തന്നെ ഇതൊരു 25 ഗ്രാം ഒഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടലി 75 ഗ്രാം വെള്ളത്തിൻ്റെ എന്തുമായിരിക്കും റിസൾട്ടൻ്റ് ടെമ്പറേച്ചർ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പം വി ക്യാൻ യൂസ് ദിസ് ഫോർമുല ആൻഡ് യൂസ് ദാറ്റ് വൺ. അവിടെയാണ് നമ്മൾ ഈ കലോറിമെട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് ഓർത്താൽ മതി. കലോറിമെട്രിയുടെ ഹീറ്റ് ലോസ്റ്റ് ബൈ അപ്പോൾ ഇത് ഈ 100-നേക്കാൾ എന്തായാലും കുറവായിരിക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ, ഈ 10-നേക്കാൾ എന്തായാലും കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ ടെമ്പറേച്ചർ ടി. ആ ടി എന്ന് പറയുന്നത് എന്തായാലും 100-ൻ്റെയും 10-ൻ്റെയും ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. വി നീഡ് ടു ഫൈൻഡ് ദാറ്റ് ടെമ്പറേച്ചർ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് ലോസ്റ്റ് ബൈ ഈ ഹോട്ട് ബോഡിയുടെ ഹീറ്റ് ലോസ്റ്റ് ചെയ്യുന്നതും ആ ഹീറ്റ് ടെമ്പറേച്ചറും ഇതിൻ്റെ എന്തുമാത്രം ആ എനർജിയും ഹീറ്റ് ഗെയിൻഡ് ബൈ ദ കോൾഡ് ബോഡിയും സെയിം ആയിരിക്കും, എനർജി ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ. സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദിസ് എന്താണ് കലോറിമെട്രി. അപ്പോൾ അതിൻ്റെ തിയറി എല്ലാം ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് പ്രോബ്ലംസ് അങ്ങ് ചെയ്യാം.
അപ്പോൾ SHC പഠിച്ചു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചു, അതുപോലെ തന്നെ നമ്മുടെ തെർമൽ ഹീറ്റ് കപ്പാസിറ്റി, നമ്മുടെ എന്താ പറയുക തെർമൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റിയും പഠിച്ചു, ക്യാപിറ്റൽ C. അതെന്ന് പറഞ്ഞാൽ എൻ്റയർ മാസ്, ഒരു എൻ്റയർ ബോഡിയുടെ ടെമ്പറേച്ചറിന് പറയുന്ന ചേഞ്ച് ഇൻ ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള എനർജിയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ക്യാപിറ്റൽ C ഓർ തെർമൽ കപ്പാസിറ്റി ഓർ ഹീറ്റ് കപ്പാസിറ്റി. ഇനി അടുത്തത് നമുക്ക് വാട്ടർ ഇക്വലൻറ്റ്. അതും ഒരു ടേമാണ്, വാട്ടർ ഇക്വലൻറ്റ്. ഞാൻ ആ ഡെഫിനിഷൻ ഒന്ന് എഴുതിക്കോളാം. ഗിവൺ ബോഡി ഈസ് എ മാസ് ഓഫ് വാട്ടർ, ഇറ്റ് ഈസ് എ മാസ് ഓഫ് വാട്ടർ ഹൂസ് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പഠിച്ചു. എൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എനർജി, ഹൂസ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഇക്വലൻറ്റ് ടു ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗിവൺ ബോഡി. അത് ജൂൾ പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. അതായത് ഇതിനിപ്പോൾ ഒരു ബോഡിയുടെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 ജൂൾ പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയും വെയിറ്റ്, അത്രയും ആവശ്യമുള്ള, അത്രയും ഹീറ്റ് കപ്പാസിറ്റി ഉള്ള വെള്ളത്തിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ ഇക്വലൻറ്റ്. വാട്ടർ ഇക്വലൻറ്റ് ഈസ് എ മാസ് ഓഫ് വാട്ടർ ഹൂസ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ദി ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ഗിവൺ ബോഡി. അപ്പോൾ ഒരു ബോഡിയുടെ, ഏതെങ്കിലും ഒരു ബോഡിയുടെ ഒരു ബോഡി നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ നമുക്ക് C ഒന്നും തന്നിട്ടില്ല, അതായത് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് വാട്ടർ ഇക്വലൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാട്ടർ ഇക്വലൻറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് എന്താണ്, ഇതിൻ്റെ ആ വാട്ടറിന് എന്തുമാത്രം ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടോ അത്ര തന്നെ ആയിരിക്കും ആ ബോഡിയുടെ ഹീറ്റ് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, സോ അതായത് നമുക്കിത് എഴുതാം. ഒരു CW ഇൻറ്റു MW ഇസ് ഈക്വൽ ടു MB ഇൻറ്റു CB. ഈ CB എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ. അല്ല, C എന്ന് പറഞ്ഞാൽ സ്മോൾ c, നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് വൺ ഇൻറ്റു മാസ്. അത് മാസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ക്യാപിറ്റൽ C ഓഫ് B കിട്ടും. ഇതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു അതിൻ്റെ മാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ C വാട്ടർ. അപ്പോൾ C ഓഫ് വാട്ടർ ഇതിൻ്റെ C ഓഫ് Bയും സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വലായിട്ട് കിട്ടും. ചിലപ്പോൾ ഇതിൻ്റെ മാസ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാട്ടർ ഇക്വലൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അതങ്ങനെ വന്ന് കണ്ടിട്ടില്ല, ബട്ട് എങ്ങാനും ചോദിച്ചാൽ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ രണ്ട് കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ എന്താ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നമുക്ക് എനർജി വേണം, ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ എനർജി വേണം, എനർജി അബ്സോർബ്ഡ് ഓർ എനർജി റിലീസ്ഡ് വേണം, അല്ലേ? പക്ഷേ ഇനി ചില കേസിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കും, ബട്ട് ടെമ്പറേച്ചർ മാറത്തില്ല. ചില കേസിൽ ദിസ് ഈസ് ടെമ്പറേച്ചർ, ഇത് എനർജി ആയിരിക്കും. അപ്പോൾ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കും, എനർജി ഇവിടെ അല്ലേ. ചില കേസിൽ ടെമ്പറേച്ചർ കൂടും, നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജിയും കൂടും. ബട്ട് ചില കേസിൽ ഇതിപ്പോൾ എനർജി കൂടും, ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ കൊടുക്കാം ടെമ്പറേച്ചർ എനർജി. അപ്പം നമ്മൾ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കും, പക്ഷേ ടെമ്പറേച്ചർ കൂടത്തില്ല. അത് എങ്ങനത്തെയുള്ള കേസാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും ടെമ്പറേച്ചർ കൂടുമ്പോൾ പിന്നെയും എനർജി കൂടും, പിന്നെയും അത് കോൺസ്റ്റൻ്റ് ആവും. അതായത് വെള്ളത്തിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, ഒരു 0 ഡിഗ്രിയിലുള്ള ഒരു ഐസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഐസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ഡിഗ്രി തന്നെയുള്ള വാട്ടറായിട്ട് മാറ്റണമെങ്കിൽ എന്താവും, ഐസ് വാട്ടർ ലിക്വിഡായിട്ട് മാറ്റണമെങ്കിൽ വി നീഡ് ടു ഗീവ് എനർജി. ആ എനർജിയിൽ നമുക്ക് പക്ഷേ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവില്ല, 0 തന്നെയായിരിക്കും. അപ്പം നമുക്ക് അതിനെ ടെമ്പറേച്ചർ നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ C ഈസ് ഈക്വൽ ടു, നമ്മുടെ C എന്താണ്, മാസ് നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അത് നമ്മൾ പഠിച്ചില്ലേ, ΔT അല്ലേ, മാസ് ഇൻറ്റു ഒരു സിയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലേ, ഞാനത് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. C ഈസ് ഈക്വൽ ടു Q ഹീറ്റ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു C ഇൻറ്റു ΔT അല്ലേ, C ഇൻറ്റു ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അതൊന്ന് കട്ടായിപ്പോയി. സോ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് സ്മോൾ c, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ പെർ മാസ്
പെർ യൂണിറ്റ് മാസ് പെർ ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ, നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സി ഇൻറ്റു അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കേസ് എന്താണ്, എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ, അതായത് 0 ഡിഗ്രിയിൽ നിന്നും നമുക്ക് 0 ഡിഗ്രി ഓഫ് വാട്ടർ അത് ഒരു 20 ഡിഗ്രിയിലേക്ക് കൂട്ടുമ്പോൾ ദ ഡെൽറ്റ ടി ബിക്കംസ് എത്രയാണ്, 20 ഡിഗ്രി. സോ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം എത്രയാണ്, 4.2 ജൂൾസ് പെർ ഗ്രാം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതറിയാമെങ്കിൽ നമ്മൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര മാസമാണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് എന്തുമാത്രം ഹീറ്റ് ഈ 0യിൽ നിന്ന് 20 ഡിഗ്രിയിലേക്ക് വെള്ളത്തിൻ്റെ മാറ്റാൻ വേണ്ടിയിട്ട് അറിയാൻ പറ്റും. ബട്ട് ചില കേസിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെൽറ്റ ടി കാണത്തില്ല. അതായത് 0 ഡിഗ്രി ഐസാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. 0 ഡിഗ്രി ഐസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ഡിഗ്രി വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ കേസിൽ നമുക്ക് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ബട്ട് എന്താ ഉള്ളത്, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഇറ്റ് ഗോസ് ടു ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്താണ്, പക്ഷേ അവിടെയും നമുക്ക് ഹീറ്റിലെ എനർജി യൂട്ടിലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഇൻ ദാറ്റ് കേസ് ക്യൂ ബിക്കംസ് എന്താണ്, ഇറ്റ് ഈസ് എൽ വി ഇൻറ്റു എം ആണ്. അവിടെ ഡെൽറ്റ ടി ഉണ്ടാവില്ല, എൽ വി ഇൻറ്റു എം ആണ്. അങ്ങനത്തെ ഉള്ള കേസിൽ ഇതേമാതിരി തന്നെയാണ്. അതായത് വേപ്പറൈസേഷനാണ് എൽ വി ഇൻറ്റു ഇത് എൽ എഫ് ആണ്. വേപ്പറൈസേഷനാണ് അടുത്തത്. അതായത് തിരിച്ച് ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും എഗെയിൻ ഇപ്പോൾ ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വാട്ടറാണെന്ന് കരുതുക, അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ 100-ലെടുത്ത് ഇനി എന്തുമാത്രം അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാലും അതിന് നമ്മൾ എന്തുമാത്രം എനർജി കൊടുത്താലും ആ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ ടെമ്പറേച്ചർ, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 100-നേക്കാളും മേലേക്ക് പോവില്ല. പകരം എന്താ സംഭവിക്കുന്നത്, ദാറ്റ് ബിക്കംസ് സ്റ്റീമായിട്ട് മാറും. അത് സ്റ്റീമായി മാറിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ 100 ആയിരിക്കും, പിന്നെ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. സോ ഇനീഷ്യൽ സ്റ്റേജിൽ 100 ഡിഗ്രി ഓഫ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും 100 ഡിഗ്രി ഓഫ് സ്റ്റീമിലേക്ക് കൺവേർട്ട് ചെയ്യാനും എഗെയിൻ വി കാൺ ഹാവ് എനി ടെമ്പറേച്ചർ ഡിഫറൻസ്. അവിടെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല. അവിടെയും നമുക്ക് പക്ഷേ എനർജി ആവശ്യമുണ്ട്. ദാറ്റ് എനർജി ഈസ് എൽ ഓഫ് ലേറ്റൻറ്റ് ഹീറ്റ്. അതിനെയാണ് നമ്മൾ എല്ലാത്തിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, എൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനാണ് എൽ വി എന്ന് പറയുന്നത്. അണ്ടർ തിങ് എഫ് ഞാൻ മറന്നുപോയി. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് നോക്കിയിട്ട് പറയാം. എൽ എഫ് ഉണ്ട്. ദാറ്റ് വാല്യൂ ദേ വിൽ ഗിവ് us. ദിസ് ഈസ് വേപ്പറൈസേഷൻ. സോ ദാറ്റ് ഇൻറ്റു എഗെയിൻ എം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അതായത് നമ്മളോട് ചോദിക്കുകയാണ്, ഒരു സാധനം 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ഡിഗ്രി ഐസിൽ നിന്നും നമുക്കൊരു 10 ഡിഗ്രി -10 ഡിഗ്രി ഐസിൽ നിന്നും +10 ഡിഗ്രി വാട്ടറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആദ്യം നമ്മൾ ഈ -10 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്നും 0 ഡിഗ്രി ഐസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് Q = അതിനുള്ള എനർജി എന്ന് പറഞ്ഞാൽ CMM ഇൻറ്റു ഡെൽറ്റ ടി. അവിടെ ഡെൽറ്റ ടി നമുക്കുണ്ട് 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഡെൽറ്റ ടി ഉള്ളത്. അതിൻ്റെ മാസ് ഇപ്പോൾ 4 ഗ്രാം ഓഫ് ഐസ് ആണെങ്കിൽ ആ മാസ് നമുക്കറിയാം, സീൻ്റെ വാല്യൂ നമുക്കറിയാം. എഗെയിൻ പിന്നെ എന്താ സംഭവിക്കുന്നത്, ഈ 0 ഡിഗ്രി ഐസിൽ നിന്നും 0 ഡിഗ്രി നമ്മുടെ എന്തിലേക്ക് കൊണ്ടുവരണം, വാട്ടറിലേക്ക് കൊണ്ടുവരണം. സോ ഫോർ ദാറ്റ് നമുക്ക് അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. അവിടെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, LF ഇൻറ്റു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടത്തെ നമുക്ക് ക്യൂ കിട്ടും. എഗെയിൻ 0 ഡിഗ്രി വാട്ടറിൽ നിന്നും നമ്മൾ 100 ഡിഗ്രി, ഇത് വേണ്ട, ഇത് ഞാൻ പറയട്ടെ, 110 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 100-ലും കൂടുതലുണ്ടല്ലോ. സോ 100 ഡിഗ്രി വാട്ടറിലേക്ക് അത് എത്തിക്കണം. അതിന് എഗെയിൻ വി നീഡ് ദീസ് ഫോർമുല. എന്താണ്, CM ഇൻറ്റു ഡെൽറ്റ ടി. അവിടുത്തെ ഡെൽറ്റ ടി 100 ആണ്. ഇത് മനസ്സിലാകുന്നതായിരുന്നു, പ്രോബ്ലം ചെയ്യുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാവും. എഗെയിൻ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും 100 ഡിഗ്രി വാട്ടറിന് പകരം 100 ഡിഗ്രി സ്റ്റീമിലേക്ക് കൊണ്ടുവരണം. അവിടെ ദർ ഇസ് നോ വേപ്പറൈസേഷൻ ഇൻറ്റു എം, അവിടെ ദർ ഇസ് നോ ഡെൽറ്റ ടി. പിന്നെയാണ് നമ്മൾ 100 ഡിഗ്രിയിൽ നിന്ന് 110 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരണം. 110 ഡിഗ്രി സ്റ്റീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദെൻ എഗെയിൻ വി നീഡ് എന്താണ്, നമ്മുടെ ഇക്വേഷൻ എം ഇൻറ്റു CM ഇൻറ്റു ഡെൽറ്റ ടി. അവിടെ നമുക്ക് ഡെൽറ്റ ടി. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഡെൽറ്റ ടി വരാത്തത്, എവിടെയൊക്കെയാണ് നമ്മുടെ ഈ ലേറ്റൻറ്റ് ഹീറ്റ് വരുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് വരുന്നത് ഐസിൽ നിന്ന് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയൊക്കെയുള്ളൂ നമുക്ക് തിയറി പറയാനുള്ളത്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം.
one more equation is also there. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ one more equation, that's one of the main equation. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു റോഡ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് Q, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ Q ആണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനാണ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നത്? ഇവിടെ ടെമ്പറേച്ചർ 1, ഇത് ടെമ്പറേച്ചർ 2 ആണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. കാരണം ഇവിടെ ഒരു ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൻറ്റിഗ്രേഡും ഇവിടെ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡും ആകുമ്പോഴാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇല്ലെങ്കിൽ രണ്ടിടത്തും ഇവിടെയും 8 തന്നെയാണെങ്കിൽ ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. അതെല്ലായിടത്തും സെയിം ടെമ്പറേച്ചറിൽ. സോ വെൻ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ occurs and it is directly proportional to that difference in temperature T2 minus T1 അല്ലെങ്കിൽ ഡെൽറ്റ ടി. സോ അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഡെൽറ്റ ടി. ഇതിൻ്റെ ലെങ്ത് L ആണ്, ഏരിയ A ആണെന്ന് വിചാരിക്കുക, ക്രോസ് സെക്ഷണൽ ഏരിയ A ആണെന്ന് വിചാരിക്കുക. സോ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A. അഗെയിൻ Q ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. Q ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T2 മൈനസ് T1 ആണ്. അഗെയിൻ Q ഈസ് പ്രൊപ്പോർഷണൽ ടു T. ടൈമുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എന്ത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി. K ഈസ് കോൾഡ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു നമുക്ക് ഡെൽറ്റ ടി, T2 മൈനസ് T1 ഡെൽറ്റ ടി എന്ന് എടുക്കാം. ദെൻ എഗെയിൻ ഏരിയ ഉണ്ട്, L താഴെയുണ്ട്, T നമുക്ക് ഇപ്പുറത്ത് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇതും നമുക്കൊരു ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് എഴുതാം. മറ്റേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എഴുതാം. എന്താണ് CM ഇൻറ്റു ഡെൽറ്റ ടി വെച്ചിട്ട് നമുക്ക് എഴുതാം. ഓർ CQ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നതാണ്. CM ഡെൽറ്റ ടി എടുക്കാം. അതർവൈസ് ഇതൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ എഴുതാം. ഇനി ചില കേസിൽ റേറ്റ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ T ആണ്. ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോർമലി അത് H ആണ്, പല രീതിയിൽ അത് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ Qയിൽ ജൂൾസിൽ കിട്ടും. ചിലപ്പോൾ നമ്മളോട് ജൂൾസ് പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ചോദിക്കുന്നതെങ്കിൽ ദെൻ ദാറ്റ് ഈസ് Q ബൈ T ആണ് ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു A ബൈ L ആണ്. ഈ T ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കാം. ദെൻ വി ക്യാൻ ഡു ദ പ്രോബ്ലംസ്. ഇത് 2025 കീമിൽ വന്ന പ്രോബ്ലം ആണ്. എന്താ തന്നേക്കുന്നത്? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ബി വിഡ്രോൺ ഫ്രം 3 kg ഓഫ് വാട്ടർ at 0 degree centigrade to obtain 3 kg of ice 0 degree centigrade in an ice maker is. Latent heat of fusion of ice is 80 kilocalorie per kg. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ LF എന്ന് പറഞ്ഞാൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 1 kg ഏതെങ്കിലും ഒരു യൂണിറ്റ് മാസ്, ഏതെങ്കിലും ഒരു 1 kg ഐസിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 1 kg വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന എനർജിയാണ് നമ്മുടെ LF എന്ന് പറഞ്ഞത്. സോ Q ബൈ M. അതിനകത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല, സെയിം ടെമ്പറേച്ചറാണ്, അതുകൊണ്ടാണ് LF എന്ന് പറഞ്ഞത്. 1 kg ഐസ് ടു എന്താണ് 1 kg വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂണിറ്റ് മാസ്, എന്തെങ്കിലും യൂണിറ്റ് മാസ്. പക്ഷേ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? LF നമുക്കറിയാം, അതുകൊണ്ട് സോ Q ഈസ് ഈക്വൽ, നമ്മളോട് Q ആണ് ചോദിച്ചേക്കുന്നത്, M ഇൻറ്റു LF. LF തന്നിട്ടുണ്ട് എത്രയാണ്? 80 കിലോ കലോറി പെർ kg ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് kg തന്നെയാണ്. സോ 80 ഇൻറ്റു 3 കിലോഗ്രാം ഐസിനെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടത്? വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് 240 കലോറിയിലാണ് ആൻസർ തന്നിരിക്കുന്നത്. സോ കിലോ കലോറി തന്നെയാണ് കിലോ കലോറി. സോ ദാറ്റ് ഈസ് ദ ആൻസർ, വെരി സിമ്പിൾ. സോ ഇതേമാതിരി തന്നെ വേപ്പറൈസേഷൻ, ചിലപ്പോൾ എത്രയെങ്കിലും ഉള്ള വാട്ടറിനെ വേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അവിടുത്തെ കേസിൽ LV ആണ്. LV എന്ന് പറഞ്ഞാൽ എന്താ? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതായത് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം ഏതെങ്കിലും യൂണിറ്റ് മാസ് ഓഫ് വാട്ടറിനെ അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡിനെ ആ സ്റ്റീമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിയാണ് എന്ത്? LV എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ടോട്ടൽ എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വൺ ഇൻറ്റു അതിൻ്റെ മാസ്, എത്രയാണോ മാസ് തന്നിരിക്കുന്നത് അതിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ സെയിം യൂണിറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് kg ആണ്, ഇത് കലോറിയാണ്, ഇവിടെയും കലോറിയാണ്. ഇതിൻ്റെ യൂണിറ്റ് മാത്രം, ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്താണ് യൂണിറ്റ് തന്നിരിക്കുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കലോറിയിലാണോ അതോ കിലോ കലോറി ആണോ? കണ്ടോ, ഇവിടെ എല്ലാം കിലോ കലോറി ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നതും കിലോ കലോറി ആയതുകൊണ്ട് നമുക്കൊന്നുമില്ല, ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യാവുന്ന കേസേ ഉള്ളൂ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീം 2024 പ്രോബ്ലമാണ്. ഇച്ചിരി ട്രിക്കിയാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഈവൻ ഇൻ ക്യുസാറ്റ് ഓൾസോ. 1 gram of ice at 0 degree centigrade is converted into water. 1 gram of ice 0 degree centigrade converted into water by supplying a heat of 418.72 joules. അപ്പോൾ 418.72 ജൂൾസ് എനർജി കൊടുത്തിട്ട് 1 gram ഓഫ് ഐസിനെ 0 ഡിഗ്രിയിൽ നിന്ന് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തു. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഫ്രം 0 degree centigrade ഈസ്. പിന്നെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ഇസ് ഗിവൺ ആസ് 3.35 × 10⁵ ജൂൾസ് പെർ കെ ജി. അപ്പം നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ LF തന്നിട്ടുണ്ട്. എത്രയാണ്? 3.35 × 10⁵ ജൂൾസ് പെർ കെ ജി ആണ്. അപ്പം നമ്മുടെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 gram. അപ്പം നമുക്ക് ഇതെല്ലാം കെ ജിയിലായതുകൊണ്ട് ലെറ്റസ് കൺവേർട്ട് ദാറ്റ് ഇൻറ്റു 1/1000 kg. അത് മനസ്സിലായല്ലോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 0 ഡിഗ്രിയിലുള്ള ഐസ് മാസ് ഈസ് 1 gram. 1 gram ഐസിനെ എന്ത് ചെയ്തു? അതിനെ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതിനെ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇത്രയും എനർജി കൊടുത്തിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ദ ക്യൂ യൂട്ടിലൈസ്ഡ് ഈസ് ഫോർ 418.72 ജൂൾസ് വെച്ച് കൺവേർട്ട് ചെയ്തു. എന്തോ അതിനെ വാട്ടറിലേക്ക് ആക്കി. അപ്പോൾ അത് പറഞ്ഞേക്കുന്നത് എന്താ? the quantity of heat that is used to increase the temperature of water from 0 degree. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 0 ഡിഗ്രി ഐസിൽ നിന്ന് നമ്മൾ ആദ്യം അതിനെ 0 ഡിഗ്രി വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനൊരു എനർജി നമുക്ക് ആവശ്യമുണ്ട്. അതിന് വി നീഡ് എനർജി Q1. പിന്നെ എന്ത് സംഭവിക്കണം? പിന്നീട് ആ എനർജി യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി എനർജി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാട്ടറിനെ പിന്നെയും ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുള്ളൂ. സോ ഫസ്റ്റ് we need to convert this ice to water both in 0 degree centigrade. അപ്പോൾ ചോദിച്ചേക്കുന്നത് ഈ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വാട്ടറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം എനർജി, ആ ബാലൻസ് എനർജി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഏത് ടെമ്പറേച്ചറിലേക്കാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഈ ലേറ്റൻറ്റ് ഹീറ്റ് നമ്മളുടെ 0 ഡിഗ്രി ഐസിലുള്ള 1 gram മെറ്റീരിയലിനെ 1 gram ഐസിനെ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം എനർജി ആവശ്യമായി വന്നു. ടോട്ടൽ എനർജി സപ്ലൈഡ് ആണ് 418. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി വന്ന എനർജി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എനർജി റിക്വയർഡ് ഫോർ കൺവേർട്ടിങ് ദാറ്റ് വൺ ടു എന്താണ്? കൺവേർട്ടിങ് ഐസ് ടു വാട്ടർ അറ്റ് 0 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അവർ ഫ്യൂഷൻ എനർജി അല്ലേ? ഫ്യൂഷൻ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇൻറ്റു മാസ് ഓഫ് ഐസ്. എത്ര ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തന്നേക്കുന്നത്? ദാറ്റ് ഈസ് 3.35 × 10⁵ ഇൻറ്റു മാസ്. ഇത് കെ ജിയിലായതുകൊണ്ട് നമുക്ക് മാസിനെ കെ ജിയിലേക്ക് ആക്കണം. മാസ് കെ ജിയിലാക്കി 1/1000 kg. സോ അത്രയും ജൂൾസ് ആണ്. കെ ജി ക്യാൻസൽ ആയിപ്പോൾ ബാക്കി ജൂൾസ്. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി 100 വരും അല്ലേ അവിടെ. സോ 335 ജൂൾസ് ആണ് എന്തിന്? നമ്മുടെ 0 ഡിഗ്രി ഐസിൽ നിന്നും 0 ഡിഗ്രി വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ലേറ്റൻറ്റ് ഹീറ്റ് വന്നത് എത്രയാണ്? 335 ജൂൾസ് ആണ്. ടോട്ടൽ സപ്ലൈഡ് ഈസ്, അപ്പോൾ ഈ ജൂൾസ് കൊടുത്തു കഴിയുമ്പോൾ എന്തായി? 0 ഡിഗ്രിയിലുള്ള വാട്ടറായി മാറി. ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി സപ്ലൈഡ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 418.72 ജൂൾസ്. So heat used to increase the temperature of water at 0 degree centigrade. അത് എത്രയാണ്? 418.72 നിന്നും നമ്മളുടെ 335 കുറയ്ക്കണം. കാരണം 335ഉം 8ഉം 5 5 3 8 അല്ലേ. അപ്പോൾ ദിസ് വൺ ഈസ് 8. അപ്പോൾ 83.72 ജൂൾസ് ആണ് നമുക്ക് എന്ത്? ഇത്രയും മാത്രമേ നമുക്ക് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി അത്രയും, അതായത് 335 ജൂൾസ് നമുക്ക് 0 ഡിഗ്രി ഐസിൽ നിന്നും 0 ഡിഗ്രി വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ലേറ്റൻറ്റ് ഹീറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ആ ഐസ് ടു വാട്ടർ, ഐസ് ടു ലിക്വിഡ് കൺവേർഷൻ, ആ കൺവേർഷൻ ഓഫ് സ്റ്റേറ്റ്
അത് കൺവേർഷൻ ഓഫ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്ന എനർജി 335 ജൂൾസ് ആണ്. അതിനുശേഷമാണ് നമ്മൾ വാട്ടറിനെ കൺവേർട്ട് ചെയ്ത് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ച ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഫ്രം 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ 83.72 മാത്രമേ ഉള്ളൂ. സോ ഈ കൺസെപ്റ്റ് ലിറ്റിൽ ബിറ്റ് ട്രിക്കി, ബട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഐസിൽ നിന്നും സെയിം ടെമ്പറേച്ചർ ആണെങ്കിലും ഒരു എനർജി ഉണ്ടെങ്കിൽ അതിനെ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് അവർ എന്താണ് നമ്മുടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഈ സാധനത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും മറ്റേത് വേപ്പർ, ദിസ് ഇസ് ഫ്യൂഷനാണ്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ആ LF ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് കിട്ടിയാൽ മാത്രമേ ആ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇൻറ്റു അതിൻ്റെ മാസ് അത് കിട്ടിയാൽ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഓഫ് എനർജി നമുക്ക് എന്താണ് ഐസ് ടു വാട്ടർ സെയിം ഡിഗ്രി സെൻറ്റിഗ്രേഡ് 0 വേണ്ടി വരും. അതിന് ശേഷമുള്ള എനർജി മാത്രമേ പിന്നെ അത് വാട്ടറിലേക്കായി, പിന്നെ വെള്ളമായി, പിന്നെ വെള്ളത്തിന് നമുക്ക് ടെമ്പറേച്ചർ പിന്നെ കൂട്ടാൻ പറ്റും. സോ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന എനർജി 83.72 ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചിലപ്പോൾ ഇത് 20 ഡിഗ്രിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ദെൻ വി ക്യാൻ യൂസ് എന്താണ് നമുക്ക് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ M×C×ΔT വെച്ച് ആ ഫോർമുല വെച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാം. 20ലേക്ക് ആകുമ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റി അന്നേരം ഹീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഹീറ്റ് കൊണ്ട് വി ക്യാൻ കൺസിഡർ ഈ ഹീറ്റ്, അതായത് 83.72 നമുക്ക് വെച്ച് കഴിഞ്ഞാൽ M അറിയാം, M 1 kg ആണ്, 1 gram ആണ്, C നമുക്ക് വാട്ടറിൻ്റെ അറിയാം 4.2 ആണ്. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് എത്രയാണ് എന്തുമാത്രം ടെമ്പറേച്ചർ ഈ എനർജി കൊണ്ട് എന്തുമാത്രം ടെമ്പറേച്ചർ കൂടും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ചോദിച്ചിട്ടില്ല. മേ ബി എനിക്ക് ക്വിസാറ്റിലോ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കീം 2025 ക്വസ്റ്റ്യൻ ആണ്. അത് കുഴപ്പമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹീറ്റ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ എ യൂണിഫോം റോഡ് ABC of length 1 meters, keeping the end A is 100 degrees centigrade. If the temperature at point B at a distance 0.4 meter from the end A is 80 degrees centigrade and at the other end is 40 degrees centigrade, then the ratio of heat conducted through AB to that through BC. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു നീളമുള്ളൊരു റോഡുണ്ട്. സോ ആ റോഡ് ABC എന്നാണ്. എന്നിട്ട് എന്തൊക്കെയാണ് തന്നേക്കുന്നത്, ഇത് ടോട്ടൽ ലെങ്ത് ഈസ് 1 meter തന്നിട്ടുണ്ട്. 1 meterയുള്ള റോഡാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, സോ 1 meter റോഡ് തന്നിട്ടുണ്ട്. കീപ്പിംഗ് ദ എൻഡ് എയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അറ്റ് A ഈസ് 100 degree centigrade. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, പോയിന്റ് B വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.4 ഫ്രം ദ എൻഡ് A. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് A to Bൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.4 meters ആണ്. അങ്ങനെയാണെങ്കിൽ B to Cൻ്റെ ഡിസ്റ്റൻസ് നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് 0.6. ടോട്ടൽ നമുക്ക് എത്ര, ടോട്ടൽ 1 meter ആയതുകൊണ്ട് ഇറ്റ് ഈസ് 0.6 meter, ഇത് 0.4. അപ്പോൾ ഒരെണ്ണം A to B ഈസ് ലെങ്ത് ഓഫ് AB ഈസ് ഗിവൺ ആസ് എന്താ 0.4 meter, ലെങ്ത് ഓഫ് BC ഈസ് ഗിവൺ ആസ് 0.6 meter. ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് A തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ അറ്റ് B എത്ര തന്നേക്കുന്നത് 80 degree. പിന്നെ ആൻഡ് അറ്റ് ദ അതർ എൻഡ് ഈസ് 40 degree. ബാക്കിയുള്ള എൻ്റെ എത്ര TCയിൽ ഇറ്റ് ഈസ് 40 degree. അപ്പോൾ ഇത് മൂന്നും തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് ദ റേഷ്യോ ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ AB ടു ദാറ്റ് ഓഫ് BC. അപ്പം നമുക്ക് ടൈം നമുക്ക് തന്നിട്ടില്ല. സോ ലെറ്റ് us ഫൈൻഡ് Q/T ഓഫ് AB, ദാറ്റ് ഓഫ് Q/T ഓഫ് BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ റേഷ്യോ? അപ്പോൾ നമുക്ക് Qൻ്റെ ഇക്വേഷൻ അറിയാം. ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു സ്പെസിഫിക് conductivity, thermal conductivity into delta T into A divided by L into T. അപ്പോൾ ആ ടീനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, കാരണം T തരാത്തതുകൊണ്ട് വി ആർ ടേക്കിംഗ് Q/T എന്ന് പറഞ്ഞ ഇക്വേഷൻ K ഇൻറ്റു ഡെൽറ്റ T ഇൻറ്റു A ഇൻറ്റു. അപ്പോൾ ഇത് ഒരേ മെറ്റീരിയൽ, ഒരേ സെയിം റോഡ് ആയതുകൊണ്ട് എന്താണ് K ഓഫ് AB ഈസ് ഈക്വൽ ടു സെയിം മെറ്റീരിയൽ അല്ലേ, K ഓഫ് BC ഈക്വൽ ടു K തന്നെയാണ്. ബോത്ത് ആർ K. ഡെൽറ്റ T AB-യുടെ ഡെൽറ്റ T എത്രയാണ്, A നിന്ന് Bയിലേക്കുള്ള ഡെൽറ്റ T എന്ന് വെച്ചാൽ 100 മൈനസ് 80 ഈസ് ഈക്വൽ ടു എത്രയാണ് 20 degree. ഡെൽറ്റ ഓഫ് T ഓഫ് BC, B നിന്ന് Cയിലേക്ക് വരുമ്പം 80 മൈനസ് 40 ഇറ്റ് ഈസ് എത്രയാണ് 40 degree centigrade. പിന്നെന്താ നമുക്ക് അറിയേണ്ടത്, സെയിം റോഡ് ആയതുകൊണ്ട് A ഓഫ് എവിടെ എഴുതാം, A ഓഫ് AB ഈസ് ഈക്വൽ ടു A ഓഫ് BC ഈസ് ഈക്വൽ ടു A തന്നെ. ഓക്കെ, A തന്നെയാണ്. പിന്നെ ലെങ്ത് ഓഫ് AB നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ലെങ്ത് ഓഫ് AB ഉണ്ട്, ലെങ്ത് ഓഫ് BC ഉണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഞാൻ എച്ച് എന്ന് എഴുതുവാണേ, ക്യൂ ബൈ എച്ച് ഓഫ് എ ബി ഹീറ്റ് പെർ സെക്കൻഡ്, എച്ച് ഓഫ് ബി സി ഈസ് ഈക്വൽ ടു ഇത് തന്നെയാണത്. സോ ദാറ്റ് ഈസ് കെ ഡെൽറ്റ ടി എ ബൈ എൽ ഓഫ് എ ബി ബൈ കെ ഡെൽറ്റ ടി എ ബൈ എൽ ഓഫ് പി സി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ക്യാൻസൽ ചെയ്യാൻ സെയിം ആണ്, ഏരിയ സെയിം ആണ്, ബാക്കിയൊന്നും സെയിം അല്ല. ഡെൽറ്റ ടി ഓഫ് എ ബി ബൈ എൽ ഓഫ് എ ബി, ഇനി തിരിച്ചത് മുകളിലേക്ക് വരും, എൽ ഓഫ് ബി സി ബൈ ഡെൽറ്റ ടി ഓഫ് ബി സി. എത്ര വരും? ഡെൽറ്റ ടി ഓഫ് എ ബി ഇസ് ഗിവൺ ആസ് 20 ബൈ എൽ ഓഫ് എ ബി എത്രയാ? ലെങ്ത് ഓഫ് എ ബി ഇസ് ഗിവൺ ആസ് 0.4 ഇൻറ്റു ലെങ്ത് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ 0.6, ഡെൽറ്റ ബി സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 40. സോ 2 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 വരും. 0 അങ്ങോട്ട് പോയി കഴിയുമ്പോൾ. സോ വാട്ട് ഈസ് ദ ആൻസർ? 2 വരും. ഇറ്റ് ഈസ് 3. സോ 3/4, 3:4 ഈസ് ദ ആൻസർ. അപ്പോൾ എച്ച് ഓഫ് ഇത് ക്യൂ ബൈ ടി ആണ്, അതായത് ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ എ ബി ഡിവൈഡഡ് ബൈ ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ ബി സി ഈസ് 3:4. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4 ആണ്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചേക്കുക. ക്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ടി. അപ്പോൾ ടി പലപ്പോഴും നമുക്ക് തരത്തില്ല. അപ്പം ജൂൾസ് പെർ സെക്കൻഡ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ സെക്കൻഡ്, അതാണ് നമ്മുടെ എച്ച് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തെർമൽ കണ്ടക്ടിവിറ്റി നമുക്കറിയാം. കെ ദ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് രണ്ടിനും സെയിം ആയിരിക്കും. കെ ഇൻറ്റു ഡെൽറ്റ ടി നമുക്ക് ഓരോന്നിനും തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം ഈ ഒന്ന് ഫിഗർ വരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ദെൻ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. സോ ഇച്ചിരി ലെങ്തി ആണെന്ന് തോന്നുവാണെങ്കിലും ഈ വാല്യൂസ് ഒക്കെ വളരെ സിമ്പിളായിരുന്നു, നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. സോ പ്ലീസ് പ്രിപ്പയർ ഫോർ ദാറ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ് 2025 കീമിൽ ചോദിച്ച കീം 2025 ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമുക്കറിയാം എന്താണ്? SHC സ്മോൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? ഒരു യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയലിന് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി വാട്ട് വിൽ ബി ദ ഹീറ്റ് റിക്വയർഡ്, വാട്ട് ഈസ് ദ എനർജി റിക്വയർഡ്. അതാണ് ദ എനർജി റിക്വയർഡ് ഫോർ 1 യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ ടു റേസ് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതാണ് നമ്മുടെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനം. സോ ദാറ്റ് ഈസ് എം ഇൻറ്റു ഡെൽറ്റ ടി. ബട്ട് ദിസ് ഈസ് ഓരോ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു സി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ 4.2 ജൂൾസ് പെർ ഗ്രാം പറഞ്ഞു. അതുപോലെ തന്നെ സി ഓഫ് കോപ്പറിൻ്റെ സി എന്ന് പറഞ്ഞാൽ 0.42 ആണ്. സോ ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേച്ചർ ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ ചേഞ്ചസ്. അപ്പം ഒള്ളി എന്ന് പറയാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ചില ചേഞ്ചസിൽ, അതായത് ഡെൽറ്റ ടി 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിലും ചില കേസിൽ, അതായത് 0-ൽ നിന്നും ചിലപ്പോൾ ഒരു 20 ഡിഗ്രി വരെ പോകാൻ ഒരു പർട്ടിക്കുലർ ഹീറ്റ് നമുക്ക് ആവശ്യമാണ്, ഒരു എനർജി ആവശ്യമാണ്. ബട്ട് 80-ൽ നിന്നും 100-ലേക്കൊക്കെ പോകാൻ വേണ്ടി ചിലപ്പോൾ അതിനേക്കാളും ആ ഒരു പ്രൊപ്പോർഷനിലല്ല അത് പോകുന്നത്, ഇതിനേക്കാളും കൂടുതൽ, വളരെ കൂടുതൽ. ഇതൊരു 20 ഡിഗ്രി ഡെൽറ്റ ടി ആണല്ലോ ഉള്ളത്, പക്ഷേ ഈ ഡെൽറ്റ ടിയും 20 ആണ്, പക്ഷേ ഈ ഡെൽറ്റ ടിയിൽ ചിലപ്പോൾ കൂടുതൽ എനർജി ആവശ്യമുണ്ടാകും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓൾസോ. വളരെ ചെറിയ റേഞ്ചിൽ, അതായത് 0-ൽ നിന്ന് 20, 20-ൽ നിന്ന് 40, അല്ലെങ്കിൽ 1 to 2, 2 to 3, അങ്ങനെയുള്ള ചെറിയ റേഞ്ചിൽ ചിലപ്പോൾ ഡെൽറ്റ ടി വെച്ചിട്ട് വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല എന്തിൽ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ. ബട്ട് വളരെ വലിയ വാല്യൂസിലേക്ക് പോകുമ്പോൾ ഈ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിന് വേരിയേഷൻ വരാം. സോ ഈ ഒരു ആൻസറാണ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. ഇത് എപ്പോഴും ഓർത്തിരിക്കുക, മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും SHC ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതൊരു തിയറിയാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അറിയാതെ മെറ്റീരിയൽ മാത്രം എഴുതി പോകരുത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ബോത്ത് ഓൺ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, 2024 ഒരു പ്രോബ്ലം ആണ്. ദ എൻഡ്സ് ഓഫ് എ മെറ്റാലിക് റോഡ് ആർ അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് T2. ഒരു മെറ്റാലിക് റോഡ് ഉണ്ട്, അതിൻ്റെ എൻഡിലെ ടെമ്പറേച്ചർ, സോ അത് എൻ്റെ T1 ആണ്, നെക്സ്റ്റ് എൻ്റെ T2 ആണ്. ആൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ ഇറ്റ് ഈസ് Q.
ജൂൾസ് പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്, റേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇഫ് ഓൾ ദ ഡയമെൻഷൻസ് ഓഫ് ദ റോഡ് ആർ ഹാഫ്ഡ് കീപ്പിംഗ് ദ എൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ദ ന്യൂ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് വിൽ ബി. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ആദ്യം നമുക്കൊരു മെറ്റാലിക് റോഡുണ്ട്. ഇറ്റ്സ് ലെങ്ത് ഈസ് എൽ, റേഡിയസ് ഈസ് ആർ. ഒരു റോഡാണ്, അതിൻ്റെ റേഡിയസ് ആർ ആണ്. പിന്നെ ഈ എൻഡ് ടെമ്പറേച്ചർ T1 T2 അത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെയുള്ള റേറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q/T ഇറ്റ് ഈസ് ഗിവൺ ആസ് Q/T ഈസ് ഗിവൺ ആസ് Q1/T1 ഫസ്റ്റ് വൺ എഴുതാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ കേസ്. ഇനി ഈ സാധനം ഇഫ് ഓൾ ദ ഡയമെൻഷൻസ് ഓഫ് ദ റോഡ് ആർ ഹാഫ്, അപ്പോൾ ന്യൂ സാധനം വന്നിട്ടുണ്ട്. ന്യൂ ആയിട്ടുള്ള ഈ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ ജസ്റ്റ് പകുതിയാക്കി, ഓൾഡ് ഡയമെൻഷൻസ് ഹാഫ് ആക്കുമ്പം ലെങ്ത് എന്താകും, L2 becomes L/2, then R2 becomes R/2. ഇത് സെയിം ആണല്ലോ, ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ബട്ട് കീപ്പിംഗ് ദ എൻഡ് ടെമ്പറേച്ചേഴ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് T1 ഇത് T2 അത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ Q2/T2 ഈസ് വാട്ട്, അതാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതിൻ്റെ Q1/T1 നമുക്കറിയാം. Q1/T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇറ്റ് ഈസ് K ഇൻറ്റു ΔT ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ L. ഇതെല്ലാം L1 ആണ്. ഇതിൻ്റെ കേസിൽ L1 K സെയിം ആണല്ലോ, ഈ സെയിം സാധനം തന്നെയാണ് അവിടെ. സോ K ΔTയിലും ചേഞ്ച് ഇല്ല, T1 - T2 തന്നെയാണ് അവിടെ. സോ Q1/T1 ഇതെന്ന് പറയുന്നത്, അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ L ഈസ് സെയിം. അതെന്ന് പറയുന്നത് നമുക്ക് Q എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് Q എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എന്താണ് Q1/T1 നമുക്ക് തന്നിട്ടുണ്ട്. Q1/T1 അത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് Q. ഇനി നമുക്ക് Q2/T2 എടുക്കാം. Q2/T2ൻ്റെ കേസിലും എന്താണ്, ഇത് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ കേട്ടോ, K ഈസ് സെയിം, ΔT ഈസ് സെയിം. അതുകൊണ്ട് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. എഗെയിൻ A/L2/L2. A2 എത്രയാണ് വരുന്നത്, π/4 ഇൻറ്റു റേഡിയസ് പകുതിയായി, R/2ൻ്റെ സ്ക്വയർ, ലെങ്ത് എന്തായി, ലെങ്ത്തും പകുതിയായി. സോ നമുക്ക് എന്ത് ചെയ്യാം, π/4 ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു L/2. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ ഉള്ളത്, π/4 R സ്ക്വയർ ബൈ L ഇൻറ്റു 1/2 അല്ലേ. ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ Q ആണ്. സോ Q/2. സോ അവർ ന്യൂ Q2 എന്ന് പറയുന്നത്, Q2/T2 എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ സെക്കൻഡ് കേസ് ഈസ് ഫസ്റ്റ് കേസ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, സോ Q/2 ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് 1 ഡിവൈഡ് ബൈ 2. ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഹാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെങ്ത് ബിക്കംസ് L/2, R ബിക്കംസ് R/2. സോ അവർ ഏരിയ ബിക്കംസ് എന്തായി, ΔT സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് എൻഡിലും ΔT സെയിം ആണ്. സോ ΔT ഈസ് സെയിം. സോ ΔTയും Kയും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് സെയിം ആയിരിക്കും. എഗെയിൻ A1/L1, പിന്നെ മറ്റേത് A2/L2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് Q/2. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യാം. ഇതൊരു 2017 പ്രോബ്ലമാണ്. ഇതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഇതൊന്ന് വളരെ സിമ്പിളാണ്, ബട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇനിഷ്യലി എ ബീക്കർ ഹാഡ് 100 grams of water at temperature 90 degrees centigrade. Later another 600 grams of water at temperature 20 degrees centigrade was poured into the beaker. The temperature the T of the water after mixing, the temperature of the water after mixing. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ബീക്കറുണ്ട്. ബീക്കറിൽ ഏകദേശം എത്രയാണ്, ഒരു ബീക്കറിൽ കുറച്ച് ഹോട്ട് വാട്ടർ ഉണ്ട് അല്ലേ, 90 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വാട്ടർ ഉണ്ട്. 90 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അതിൻ്റെ ടെമ്പറേച്ചർ. അതിന് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 100 gram വാട്ടർ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ എത്ര, അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വാട്ട് ഈസ് 20 ഡിഗ്രി അല്ലേ, 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 600 gram. ദിസ് ഈസ് M1, T1, T2.
അപ്പോൾ എന്താ സംഭവിക്കുക, ഇതൊരു ഹോട്ട് വാട്ടർ ഇവിടെ ഉണ്ട്, കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആകും. ആ മിക്സർ ആയിട്ടുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചറാണ് നമ്മളോട് ചോദിച്ചത്. വാട്ട് ഈസ് എ ടെമ്പറേച്ചർ ആഫ്റ്റർ മിക്സിങ് ബോത്ത് ദീസ് വാട്ടർ ബോഡീസ്. രണ്ടും വാട്ടറാണ്, രണ്ട് മിക്സ് കഴിയുമ്പോൾ വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ. നമ്മളൊക്കെ തന്നെ അറിയാമല്ലോ, നമ്മൾ ചൂടുവെള്ളം തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഇറ്റ് ഈസ് നോട്ട് 90 ഡിഗ്രി, ഇറ്റ് ഈസ് നോട്ട് 20 ഡിഗ്രി, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ടെമ്പറേച്ചർ വി നീഡ് ടു ഫൈൻഡ്. അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം. എന്ത് ഇക്വേഷൻ അറിയാം? സോ ഈ ഹീറ്റ് നമുക്ക് ബേസിക് കലോറിമെട്രിയുടെ ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമേഷൻ ഈസ് ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി. വേറെ എനർജി ചേഞ്ചസ്, വേറെ എനർജി ലോസസ് ഒന്നും ഇല്ലെങ്കിൽ ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ബൈ കോൾഡ് ബോഡി. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഹീറ്റ് ലോസ്റ്റ് ബൈ കോൾഡ് ബോഡി? ക്യൂ ഓഫ് ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് കോൾഡ് ബോഡി. ക്യൂ ഓഫ് ഹോട്ട് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? എം അറിയാം. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹോട്ട് ബോഡി, ദെൻ സി ഓഫ് ഹോട്ട് ബോഡി ഇൻറ്റു ഡെൽറ്റ ടി ഓഫ് ഹോട്ട് ബോഡി. ഇതാണ് ക്യൂ ഓഫ് ഹോട്ട് ബോഡി. ഇതിൽ മാസ് ഓഫ് ഹോട്ട് ബോഡി എത്രയാണ്? മാസ് ഓഫ് ഹോട്ട് ബോഡി ഈസ് 100 gram. സി ഓഫ് ഹോട്ട് ബോഡി നമുക്കറിയാം, വാട്ടറിൻ്റെ, രണ്ടും വാട്ടർ ആയതുകൊണ്ട് വി ക്യാൻ കൺസിഡർ സി തന്നെ എടുക്കാം. ദാറ്റ് ഈസ് അവർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. സോ സി ഓഫ് വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ്? നമുക്ക് റിസൾട്ടൻ്റെ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കാം, അത് എന്തായാലും 90നേക്കാളും കുറവായിരിക്കും. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് 90 ആണ് ഇതിൻ്റെ ഇനിഷ്യൽ, ഫൈനൽ എന്ന് പറയുന്നത് ടി ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് 90 - T. ഇനി ക്യൂ ഓഫ് കോൾഡ് വാട്ടർ എത്രയായിട്ട് വരും? മാസ് ഓഫ് കോൾഡ് വാട്ടർ ഇൻറ്റു സി ഓഫ് വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി ഓഫ് എന്താണ് കോൾഡ് വാട്ടർ. സോ എം ഓഫ് കോൾഡ് വാട്ടറിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 600 gram. ജി എഴുതേണ്ട കാര്യമില്ല, 600 ഇൻറ്റു കോൾഡ് സി ഓഫ് വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി എത്രയായിരിക്കും? എന്തായാലും 20നേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് T - 20. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹോട്ട് വാട്ടറിൻ്റെ കേസിൽ നമ്മൾ ആ ടെമ്പറേച്ചർ എഴുതിയതിന് ശേഷം ടി എഴുതുക, ഇവിടെ ടി എഴുതിയതിന് ശേഷം ടെമ്പറേച്ചർ എഴുതുക. ഇനി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തേ. ക്യൂ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു സി ഓഫ് വാട്ടർ ഇൻറ്റു 90 - T ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു സി ഓഫ് വാട്ടർ ഇൻറ്റു T - 20. ഇനി ഒന്ന് വെട്ടിക്കളഞ്ഞാൽ 00, ഈ 00 വെട്ടി. CW രണ്ടും സെയിം ആണ്, ദാറ്റ് ഈസ് 4.2 joules, അത് സെയിം ആണ്. ബാക്കിയുള്ളത് അങ്ങോട്ട് എഴുതാം. 90 - T ഈസ് ഈക്വൽ ടു, ഈ 6 മാത്രമേ പുറത്തുള്ളൂ, 6T - 6 × 12 120. 6 ഇവിടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് 60. T അങ്ങോട്ട് പോയി, ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 210 is equal to 7T. So T is equal to 210/7. It is എത്രയാണ്? 7320. 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് നമ്മുടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഈ ക്വസ്റ്റൻ ഒന്നും ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ ഈ എം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, എം അല്ല സി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബട്ട് ഈ വാട്ടറിനകത്ത് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഓൾസോ. അതർവൈസ് ഇത് എടുത്താൽ മതി. ഈ ടെമ്പറേച്ചർ എഴുതുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 90 - T എഴുതുക, ഇവിടെ T - 20 എഴുതുക. കോൾഡ് വാട്ടറിന് എപ്പോഴും ടെമ്പറേച്ചർ കുറവായിരിക്കും, അതിനേക്കാൾ കൂടുതലായിരിക്കും. സോ ആ ഒരു സൈൻ ചേഞ്ച് അല്ലെങ്കിൽ തെറ്റിപ്പോവും. സോ അത് മാത്രം ഇതിൻ്റെ വെയിറ്റ് എടുക്കുക, അതിൻ്റെ ഡെൽറ്റ ടി എടുക്കുക, അതിൻ്റെ വെയിറ്റ് എടുക്കുക, അതിൻ്റെ ഡെൽറ്റ ടി എടുക്കുക. ആസ് പെർ ദ ലോ ഓഫ് കലോറിമെട്രി എന്ന് പറയുന്നത് ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു, കാരണം ഈ ടെമ്പറേച്ചറിൽ ഈ ടെമ്പറേച്ചറിലേക്ക് മാറുകയാണ്, ആ ലോസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്, ആ ലോസ് ചെയ്യുന്ന എനർജിയാണ് ഈ QS. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. ഓക്കെ, സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് വെരി ഈസി. ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീം 2024 ഇതൊരു ഹോംവർക്ക് പ്രോവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ എ മെറ്റൽ റോഡ് കെപ്റ്റ് ഇറ്റ് സെൻസ് അറ്റ് 100 degree centigrade and 120 degree centigrade is 5 joules per second. If the ends are kept at 200 degree and 220 degrees, then the quantity of heat conducted in 10 seconds. അപ്പോൾ ഒരു റോഡ് തന്നിട്ടുണ്ട്, ആ റോഡിൻ്റെ ഒരു എൻഡിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്, ഒരു എൻഡിൽ 120 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഓഫ് ഹീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ Q/T ഈസ് 5 joules per second തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഈ എൻഡിൽ 200 ഡിഗ്രിയും ഈ എൻഡിൽ 220 ഡിഗ്രിയുമാണെങ്കിൽ വിത്തിൻ 10 സെക്കൻഡ്സിൽ എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടക്ട് ചെയ്യും?
So you just need to find out the answer. If you can't find it, then we can do it in the next class. Okay, bye. So all the best.